നമസ്കാരം. മാരൻ അസൂർ ഇന്നലെ പുറപ്പെടും എന്ന് പറഞ്ഞ സമയം വരെ, ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയം വരെയും പുറപ്പെട്ടിട്ടില്ല. ആ, മിക്കവാറും അത് പുറപ്പെട്ട് കടന്നു പോയിട്ടുണ്ടാകും. കടന്നു പോകുന്ന കപ്പലുകളിലല്ലല്ലോ നമ്മുടെ താല്പര്യം, പുതുതായിട്ട് വരുന്ന കപ്പലുകളാണ്. എന്തായാലും പുതിയ വെസൽസ് ഒന്നും ഇതുവരെ അനൗൺസ് ചെയ്തില്ല. കാരണം ഈ രണ്ട് വെസൽ, സാൻ ഫെർണാൻഡോയും മാരൻ അസൂറും വന്ന് കണ്ടെയ്നർ ഇറക്കുകയും കയറ്റുകയും ചെയ്ത വിഷയങ്ങൾ അവർ പഠിക്കുകയാണ്. തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തണം, അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടണം. വന്ന സമയവും പോയ സമയവും തമ്മിൽ നമ്മുടെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് കൂടുതലാണ്. അത്രയും ടേൺ അറൗണ്ട് ടൈം വന്നു കഴിഞ്ഞാൽ എഫിഷ്യൻസി ഉണ്ടാവില്ല. അപ്പോൾ അത് കുറയ്ക്കണം. ആ സമയവും അറൈവലും ഡിപ്പാർച്ചറിൻ്റെയും സമയം കുറയ്ക്കുക എന്നുള്ളതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ പോർട്ട് ഓപ്പറേഷൻ ടീമിൻ്റെ താല്പര്യവും അധ്വാനവും. എന്തായാലും മാരൻ അസൂർ ഇനി പോകുന്നത് JNPT, മുണ്ട്ര, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും കൊളംബോയ്ക്ക് വരും. അപ്പോൾ ഈ സമയത്ത് ഒരു സുഹൃത്ത് ഒരു മെസ്സേജ് അയച്ചു. ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നയാളാണ്, ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതാണ്, എക്സിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നയാളാണ്. നമ്മുടെ തക്കലയിലാണ് അദ്ദേഹത്തിൻ്റെ ഫാക്ടറി. അദ്ദേഹത്തിന് കുറച്ച് കശുവണ്ടി നമ്മുടെ ഈ മാരൻ അസൂറിലുണ്ടായിരുന്നു. വളരെ കൗതുകം തോന്നുന്നുണ്ട് ഇവിടെ വന്ന മാരൻ അസൂറിൽ. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. നമ്മൾ കപ്പൽ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. വെസ്റ്റ് ആഫ്രിക്കയിലെ, പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ ടൊഗോ എന്ന് പറയുന്ന രാജ്യം ഒരു കുഞ്ഞു രാജ്യമാണ്. ടൊഗോ എന്ന് പറയുന്ന രാജ്യത്തെ ലൊമേ എന്ന് പറയുന്ന പോർട്ടിലാണ് കയറ്റിയത്, കാർഗോ ഇതിനകത്ത് കയറ്റിയത്. ഈ ടൊഗോ ക്യാപിറ്റലായ ലൊമേയിൽ നിന്ന്, ആ പോർട്ടിൽ നിന്ന് ജൂൺ 19 യാത്ര തിരിക്കുന്നത്. ജൂൺ 19 യാത്ര തിരിച്ച് ഏകദേശം 7067 നോട്ടിക്കൽ മൈൽ സഞ്ചരിച്ച്, ആഫ്രിക്ക ചുറ്റി വന്ന് സഞ്ചരിച്ച് കൊളംബോയിലെത്തിയത് ജൂലൈ 12. ഏകദേശം 24 ദിവസം. നമ്മളെ അറിയുന്ന ആരുടെയെങ്കിലും കാർഗോ അതിനുള്ളിലുണ്ട് എന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്. ഏകദേശം 24 ദിവസം എടുത്തു ഈ യാത്രയ്ക്ക്. 24 ദിവസം കഴിഞ്ഞപ്പോഴാണ് കൊളംബോയിൽ ഈ കാർഗോ അൺലോഡ് ചെയ്തത്. ഏകദേശം 12 40 ഫീറ്റ് കണ്ടെയ്നേഴ്സാണ്. ഇപ്പോൾ കൊളംബോയിൽ ഇപ്പോൾ ഉണ്ട്. അൺലോഡ് ചെയ്തത് 12 ജൂലൈ, ഇന്നിപ്പോൾ 18. അപ്പോൾ 6 ദിവസം പിന്നിട്ടു. ഇന്നലെ ആ കാർഗോ എടുക്കാൻ ഒരു കപ്പൽ അവിടെ എത്തിയിട്ടുണ്ട്, SM കാവേരി. SM കാവേരി അവിടെ ആങ്കറേജിലുണ്ട്. SM കാവേരി ഇന്ന് ഒരു പക്ഷേ നമ്മുടെ മുമ്പിലൂടെയാണോ ഇനി തൂത്തുക്കുടിയിലാണോ അത് കൺഫേംഡ് ആയിട്ടില്ല. എന്തായാലും നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. കാര്യം തൂത്തുക്കുടി പോയാലും വീണ്ടും കൊച്ചിയിലോട്ട് പോകും. അപ്പോൾ ഒന്നുകിൽ തൂത്തുക്കുടിയിൽ അൺലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ കൊച്ചിയിൽ അൺലോഡ് ചെയ്യും. എന്തായാലും 6 ദിവസം പിന്നിട്ടു. ഇനിയും 2 ദിവസം തൂത്തുക്കുടിയിൽ ഇറങ്ങുകയാണെങ്കിലും കൊച്ചിയിൽ ഇറങ്ങുകയാണെങ്കിലും വീണ്ടും തക്കല വരെ ഓടി വരുന്ന എന്തായാലും 10 ദിവസം എടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ 10-11 ദിവസം എടുക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇഫ് വി ഹാവ് വിഴിഞ്ഞം ഓപ്പറേഷണൽ, even if the mother vessel call any of these ports, including Colombo, our cargo will directly come to Trivandrum and we can take delivery directly. ഇപ്പോൾ കൊളംബോയിൽ പോയാലും കുഴപ്പമില്ല, കാർഗോ തിരുവനന്തപുരത്ത് വരും. പോർട്ട് ഓപ്പറേഷൻ തുടങ്ങിയിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് വെസൽ വരും. ഇപ്പോൾ മാരൻ അസൂർ അങ്ങനെ തന്നെയാണല്ലോ, കൊളംബോയിലും പോയി തിരുവനന്തപുരത്തും വന്നു. അങ്ങനെയാണെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് ഡെലിവറി എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നീടുള്ള 10-11 ദിവസം ലാഭിക്കാമായിരുന്നു. ഈ 10-11 ദിവസം ലാഭിക്കാമെന്ന് പറയുമ്പോൾ തൊഴിൽ കാത്തിരിക്കുകയാണ്. ഈ കശുവണ്ടി വന്നിട്ട് വേണം ഫാക്ടറി പ്രവർത്തിപ്പിക്കുവാൻ. കശുവണ്ടി തൊഴിലാളികളുടെ കാര്യമാണ് ഈ പറയുന്നത്. അത് ഒരുപക്ഷെ കൊല്ലത്ത് പ്രവർത്തിപ്പിക്കാം, അല്ലെങ്കിൽ തക്കലയിൽ പ്രവർത്തിപ്പിക്കാം. എന്തായാലും ഈ തൊഴിലാളികൾക്ക് ജോലി കിട്ടേണ്ട ഒരു സാധനം 10-11 ദിവസം, 24 ദിവസം എന്തായാലും യാത്രയിൽ വൈകി. അതുകൂടാതെ വീണ്ടും 10-11 ദിവസം വീണ്ടും വൈകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ ബുദ്ധിമുട്ടുകയാണ്, പ്രയാസപ്പെടുകയാണ്. കാരണം ഈ കശുവണ്ടി വന്നിട്ട് വേണം അവരുടെ ജോലി തുടങ്ങാൻ. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഏകദേശം 100 ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ, ഒരു വർഷം 100 ദിവസം ജോലി ചെയ്തില്ലെങ്കിൽ ഈ ESI പോലുള്ള ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടത്തില്ല. അപ്പോൾ കടലെന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം ആശ്രയമല്ല, കശുവണ്ടി തൊഴിലാളികൾക്ക് കൂടി ആശ്രയിക്കേണ്ടി വരുന്നൊരു മേഖലയാണ് കടൽ. അപ്പോൾ അവരുടെ ജീവിതത്തെയും ഗുണപരമായും അല്ലാതെയും സ്വാധീനിക്കാൻ കഴിയുന്നതാണ് കപ്പലും കടലും. അപ്പോൾ നമ്മൾ
എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം പ്രശ്നമാണ്. തീർച്ചയായിട്ടും അവരുടെ പ്രശ്നം ചിന്തിക്കണം, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ മറ്റ് വിഭാഗങ്ങൾ, ഇപ്പോൾ നേരിട്ട് കശുവണ്ടി തൊഴിലാളികൾ എന്നതുപോലെ തന്നെ ഇൻഡയറക്റ്റായിട്ടും നേരിട്ടും വേറെയും തൊഴിലാളികൾ ഈ കപ്പലിനെയും ചരക്കിനെയും ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം വരാത്തത് കൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കശുവണ്ടി മേഖലയിൽ നിൽക്കുന്നവർ അവരുടെ കാര്യം പറയുന്നു, മറ്റുള്ളവർ പതുക്കെ പതുക്കെ അവരുടെ കാര്യം ഇനി നമ്മളോട് പറയുമായിരിക്കും. അടുത്തത് അദ്ദേഹം അതിൻ്റെ തുടർച്ചയായിട്ട് വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. യു വോണ്ട് ബിലീവ് ദാറ്റ് വി ഹാവ് വൺ ഷിപ്മെൻറ്റ് അറൈവ്ഡ് ഇൻ നവശേവ പോർട്ട് ഓൺ 5th June വയ, ഞാൻ ആ കമ്പനിയുടെ പേര് മായ്ക്കുന്നു, കാര്യം കപ്പൽ കമ്പനികളെ ഒന്നും അപകീർത്തിപ്പെടുത്താൻ പാടില്ല. നമുക്ക് അവരുടെ സഹായം, അവരുടെ സേവനം വളരെ അത്യാവശ്യമാണ്. വയ ഡാഷ് ലൈൻസ്. ഇറ്റ് ഈസ് സ്റ്റിൽ ഹെൽഡ് അപ്പ് ദെയർ ഡ്യൂ ടു ലാക്ക് ഓഫ് ഗെറ്റിംഗ് ഫീഡർ വെസൽ കണക്റ്റിംഗ് നവശേവ. നവശേവയിൽ നിന്ന് കൊച്ചിയിലോ തൂത്തുക്കുടിയിലോ വീണ്ടും വരാൻ എന്നാണ് കപ്പൽ വന്നിരിക്കുന്നത്? അവിടെ ജൂൺ 5 ജൂൺ 5 എന്ന് പറയുമ്പോൾ ജൂലൈ 5-ന് 30 ദിവസം കഴിഞ്ഞു. 30 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ 5 തൊട്ട് 18 വരെ വീണ്ടും 13 ദിവസം. അപ്പോൾ 30ഉം 13, 43 ദിവസം കഴിഞ്ഞിട്ടും ഇവിടെ എത്തേണ്ട ചരക്ക് ഇവിടെ എത്തിയിട്ടില്ല. ഇത് തുറമുഖമില്ലാത്തതിൻ്റെ ഒരു ദുരന്തമാണിത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കശുവണ്ടി തൊഴിലാളികൾ 45 ദിവസം കഴിഞ്ഞിട്ടും ചരക്കെത്താത്തത് കൊണ്ട്, ഈ നവശേവ വഴി വന്നതും ഇവിടെ എത്താത്തത് കൊണ്ട് ഫാക്ടറി തുറന്നിട്ടില്ല, തൊഴിലാളികളുടെ പ്രവർത്തനവുമില്ല. ഇനി എന്ന് വരുമെന്നും അറിയില്ല. അദ്ദേഹം പറയുന്നത് ഇനി ഈ ഫീഡർ വെസൽ കിട്ടിയാലേ വരാൻ പറ്റുകയുള്ളൂ. അതെന്ത് ഫീഡർ വെസൽ കിട്ടും, എന്ന് കണ്ടെയ്നർ ചരക്ക് ഇവിടെ വരും, എല്ലാം അനിശ്ചിതത്വത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ തുറമുഖം ഇത്രയും നാളും വൈകിയതിൻ്റെ നഷ്ടക്കണക്കുകൾ പല വിധത്തിൽ നമ്മുടെ മുമ്പിൽ വരുന്നത്. ബന്ധപ്പെട്ടവർ, വീണ്ടും ഇതിന് പാരവയ്ക്കാൻ ശ്രമിക്കുന്നവർ, വീണ്ടും ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നവർ, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു രാജ്യത്തിൻ്റെ ഇക്കോണമിയെയാണ് നിങ്ങൾ തകർത്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും തകരാൻ പാരവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു സുഹൃത്ത്, അദ്ദേഹം ഇപ്പോൾ സിംഗപ്പൂരിലാണ്. ആ സുഹൃത്ത് അവിടെ ഇരുന്നുകൊണ്ട് കാഷ്വലായിട്ട് ചില കാഴ്ചകൾ കണ്ടപ്പോൾ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം മലയാളത്തിൽ തന്നെയാണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ ആധികാരികത, ഇത് എൻ്റെ ഭാവനയല്ല, അദ്ദേഹം അയച്ചു തന്നത് തന്നെയാണെന്ന് ഉറപ്പാക്കാൻ ഞാൻ മലയാളവും നിങ്ങളെ കാണിക്കുന്നുണ്ട്. സിംഗപ്പൂരിൻ്റെ സമീപത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബിസിനസ് സുഹൃത്തിനെ കാത്തിരുന്നപ്പോൾ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്ത ഫോട്ടോകളാണ്. ഏകദേശം 50 കപ്പലുകൾ ബർത്ത് കിട്ടാനായി കാത്തു കിടക്കുന്നു. ഞാൻ ചിന്തിക്കുന്നത്, എന്ന് നമ്മളുടെ വിഴിഞ്ഞം പോർട്ട് ഈ വളർച്ച നേടും എന്നാണ്. ഒരേ സമയത്ത് 50 കപ്പലുകൾ കാത്തു കിടക്കുകയാണ്. നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ പോർട്ടുകളുടെ ആങ്കറേജ് പരിശോധിക്കുമ്പോൾ 2000 കപ്പലുകൾ വരെ പുറം കടലിൽ കിടന്ന കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇരുന്ന ഹോട്ടലിൻ്റെ മുമ്പിൽ 50 ഇതുപോലെ പല ഭാഗത്തും കപ്പലുകൾ കിടപ്പുണ്ട്. അപ്പോൾ ഇത്ര അധികം കപ്പലുകളാണ് ഷാങ്ഹായുടെ മുമ്പിലും റോട്ടർഡാമിൻ്റെ മുമ്പിലും ദുബായിയുടെ മുമ്പിലും സിംഗപ്പൂരിൻ്റെ മുമ്പിലും കൊളംബോയുടെ മുമ്പിലും ഇതുപോലെ നിരവധി കപ്പലുകൾ കാത്തു കിടക്കുന്നുണ്ട്. അത്തരം കപ്പലുകൾ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഇവിടെ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം അടുത്ത വരിയിൽ പറയുകയാണ്. ഇവിടെ കണ്ട ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൻ്റെ ഫോട്ടോയാണ് ഞാൻ ഇട്ടത്. ഒരു സീറ്റ് കിട്ടാനില്ല. അപ്പോൾ ഇവിടുത്തെ വരുമാനം എന്തായിരിക്കും? ഇതുപോലെ ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റുകൾ ഈ രീതിയിൽ വിഴിഞ്ഞത്തിന് വളരെ സാധ്യതകളുണ്ട്. ഇവിടെ പലരും സെയിലിംഗ് കമൻട്രിയുടെ ഇതിൽ എഴുതുന്നത് തൊഴിലവസരങ്ങളെക്കുറിച്ച് അറിയാനാണ്. ഇത്തരം നമുക്കെല്ലാവർക്കും പരിചയമുള്ള, കഴിവുള്ള, നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്ന, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വന്തം സംരംഭം രൂപപ്പെടുത്താൻ കഴിയുന്നതാണ് ഈ ഭക്ഷണ മേഖല, റെസ്റ്റോറൻറ്റ് മേഖല, ഹോട്ടൽ മേഖല. അവിടെ തുറമുഖത്തിൻ്റെ ഭാഗമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ, ഫുഡ് ഫോൾസ് എന്ന് പറയും, ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരുമ്പോൾ, കണ്ടെയ്നർ ക്ലിയർ ചെയ്യാനും മറ്റും വരുമ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം വേണം, ഭക്ഷണം വേണം, സഞ്ചരിക്കുവാൻ വാഹനം വേണം, ഓട്ടോറിക്ഷ വേണം, ടാക്സികൾ വേണം, താമസിക്കാൻ ഹോട്ടലുകൾ വേണം, പിന്നെ അവരുടെ പർച്ചേസ്, ഒരു വലിയ ചെയിൻ ഓഫ് ആക്ഷൻ ഇവിടെ നടക്കുമ്പോൾ അത് എത്രയും വേഗം സാധ്യമാക്കി എടുക്കണമെന്നാണ് ആദ്യത്തെയും രണ്ടാമത്തെയും ഈ കുറിപ്പുകളിലൂടെ 2 സുഹൃത്തുക്കൾ സെയിലിംഗ് കമൻട്രിയെ അറിയിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവർ, അധികാരികൾ
എത്രയും വേഗത്തിൽ ഇത്തരം കാര്യങ്ങൾ പോർട്ട് പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് സെയിലിംഗ് കമൻട്രിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവളെ മറക്കാൻ കഴിയില്ല. അവളെന്ന് പറഞ്ഞത് ആരെന്നറിയാമല്ലോ? സാൻ ഫെർണാണ്ടോ. നമ്മുടെ ജീവിതത്തിൽ ആദ്യ അനുഭവം നൽകിയ സാൻ ഫെർണാണ്ടോ ഇന്ന് പുലർച്ചെ ഏകദേശം 1:30 നമ്മുടെ പുറംകടലിൽ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊളംബോയിലോട്ട് പോയ സാൻ ഫെർണാണ്ടോ അവിടെ നിന്ന് ദുബായിലെ ജബലലിയിലേക്കുള്ള യാത്രയ്ക്ക് മധ്യയാണ് നമ്മുടെ പുറംകടലിലെത്തിയത്. ജൂലൈ 22 സാൻ ഫെർണാണ്ടോ ദുബായിലെ ജബലലിയിലെത്തും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്നുള്ള തുടർ യാത്ര. എന്തായാലും ഇനി മുതൽ സെയിലിംഗ് കമൻട്രിയുടെ ഒരു കണ്ണ് എല്ലാ ദിവസവും സാൻ ഫെർണാണ്ടോയുടെ മേലുണ്ടാകും. നമുക്കൊരിക്കലും ജീവിതത്തിൽ അവളെ വിസ്മരിക്കാൻ കഴിയില്ല. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.